അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഞാനൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് കൊണ്ടുള്ളൊരു പാട്ട് നിങ്ങൾ പാടും. ഇസ്ലാം ഇസ്ലാം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇസ്ലാം വെച്ചിട്ട് ഒരു പാട്ട് ചെറുപ്പം മുതലേ നമുക്കൊക്കെ കേട്ട് പരിചയമുള്ളൊരു പാട്ടുണ്ട് അല്ലേ? ഇസ്ലാം കാര്യം 5 എന്ന് തുടങ്ങുന്ന ഒരുപാട് നല്ല പാട്ടുകാരൊക്കെ ഉണ്ട്, മാഷാ അല്ലാ. അതുപോലെ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്നൊക്കെയുള്ള അറബിയിലുള്ളൊരു പാട്ടും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇസ്ലാമിൻ്റെ തൂണ് 5 അല്ലേ? 5 കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ തൂണ്. ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സലാം പറയലും കണ്ടാൽ പുഞ്ചിരിക്കലും അതൊക്കെ ഇസ്ലാമിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ തൂണ് 5 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. 5 കാര്യങ്ങളുടെ മേലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നെന്താണ്? ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. 2 സാക്ഷ്യവചനം, 2 ഷഹാദത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, ആരാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതാണ് 2 സാക്ഷ്യവചനങ്ങൾ. മറ്റൊന്ന് വ ഇഖാമി സ്വല, നമസ്കാരമാണ്. ആ നമസ്കാരം അത് കൃത്യമായി നിർവഹിക്കണം. വ ഇതാ ഇസ്സക, സകാത്ത് കൃത്യമായി നൽകണം. വൽ ഹജ്ജ്, അതുപോലെ ഹജ്ജ് സാധിക്കുന്നവർ, കഴിയുന്നവർ അവർ ഹജ്ജ് നിർവഹിക്കണം. വ സൗമി റമളാൻ, റമളാൻ എത്തിയാൽ നോമ്പ് നോൽക്കണം. ഈ 5 കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ തൂണ്. ഞാൻ നിങ്ങൾക്കൊരു വർക്ക് നൽകാണ്. ഒരു A4 പേപ്പർ നമ്മൾ എടുക്കുക, ഒറ്റ പേപ്പർ മതി. എന്നിട്ട് ആ A4 പേപ്പറിൽ നമ്മുടെ ഒരു കൈ ഒന്ന് ആ A4 പേപ്പറിൻ്റെ മുകളിൽ നമ്മുടെ കൈ വെക്കുക. എന്നിട്ടൊരു പേനയോ പെൻസിലോ എടുത്ത് ആ കൈയിൻ്റെ ചുറ്റും ഒന്ന് വരക്കണം അല്ലേ? അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാലിൻ്റെ ഫോട്ടോ കിട്ടുമോ? കൈ വെച്ചിട്ട് വരച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? നമ്മുടെ കൈയിൻ്റെ ഒരു ഫോട്ടോ കിട്ടും അല്ലേ? നല്ലൊരു കൈയിൻ്റെ രൂപം കിട്ടും. നിങ്ങളുടേത് ചെറിയ കൈയാവും. ഇനി വേണമെങ്കിൽ ഉപ്പാൻ്റെ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ ഉമ്മയുടെ കൈ വെച്ചിട്ട് ഒന്ന് വരച്ചാലും മതി. നല്ലൊരു കൈയിൻ്റെ രൂപം കിട്ടി. അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഇസ്ലാം എന്ന് എഴുതണം. എന്നിട്ട് 1ാമത്തെ വിരലിൽ ഷഹാദത്ത്, 2ാമത്തതിൽ നമസ്കാരം, 3ാമത്തതിൽ സകാത്ത്, 4ാമത്തതിൽ നോമ്പ്, 5ൽ ഹജ്ജ്. അങ്ങനെ ഒന്ന് നമ്മൾ എഴുതി അതൊന്ന് അയച്ചു തരാൻ പറയുന്നില്ല, നമുക്ക് പഠിക്കാനാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് എഴുതി പിന്നീട് കത്രിക കൊണ്ട് കൈരൂപത്തിൽ നമ്മളൊന്ന് വെട്ടി എടുത്തു വെക്കണം. ഇന്നത്തെ ചോദ്യം, ഒരു സ്വഹാബി മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ അർശ് അത് വിറകൊണ്ടു, പ്രകമ്പനം കൊണ്ടു. ഏതാണ് ആ സ്വഹാബി എന്നതാണ് ചോദ്യം. ചിലപ്പോൾ നമ്മൾ ആ സ്വഹാബിയുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടാവുകയില്ല. സ്വഹാബിയുടെ പേര് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബി വളരെ കുറഞ്ഞ കാലമാണ് ഇസ്ലാമിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ അവസരം കിട്ടിയത്. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്ത, ഒരുപാട് മഹത്വങ്ങളുള്ള സ്വഹാബിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. ഏതായിരുന്നാലും സ്വഹാബിയെ കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുക, എല്ലാ സ്വഹാബികളെ കുറിച്ചും നമ്മൾ പഠിക്കണം. അത് നമ്മുടെ ഈമാൻ നമുക്ക് വർദ്ധിപ്പിക്കുന്നതാണ്. നമുക്ക് നല്ല മാതൃക നമ്മുടെ മുൻഗാമികളായ സ്വഹാബികളുടെ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ, സ്വഹാബികളുടെ ചരിത്രം പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.